ഓം ശാന്തി. 2-4-72 ബാബയുടെ വാണിയുടെ സാരം, മഹിമായോഗ്യ കൈസേ ബനെ, എങ്ങനെ മഹിമായോഗ്യരായി മാറുവാൻ സാധിക്കും. सदा उपराम अवस्था में रहने के लिए विशेष किन दो बातों की आवश्यकता है. ബാബ ചോദിക്കുകയാണ്, സദാ ഉപരാമസ്ഥിതിയിൽ അവസ്ഥയിൽ ജീവിക്കുന്നതിന് വിശേഷിച്ചു ഏത് 2 കാര്യങ്ങളുടെ ആവശ്യകതയുണ്ട്. क्योंकि वर्तमान समय उपराम अवस्था में रहने के लिए हर एक नंबरवार पुरुषार्थ कर रहा है. എന്തുകൊണ്ടാണ് ബാബ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വർത്തമാന സമയത്ത് ഉപരാമ അവസ്ഥയിൽ ജീവിക്കുന്നതിന് ഓരോ കുട്ടികളും നമ്പർ വൈസായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഹ് ദോ ബാതേൻ കോൺസി आवश्यक है जिससे सहज ही ഉപരാം സ്ഥിതി में स्थित हो सकते हो. അതായത് കുട്ടികൾക്ക് വളരെ സഹജമായി തന്നെ ഉപരാമസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏത് 2 കാര്യങ്ങളാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഉപരാം അവസ്ഥ വ സാക്ഷി പെൻകി അവസ്ഥ ബാത് തോ ഏക് ഹി ഹെ. ഉപരാമ അവസ്ഥ എന്ന് പറഞ്ഞാലും സാക്ഷി സ്ഥിതി അവസ്ഥ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഉസ്കെ ലിയേ ദോ ബാതേൻ യഹി ധ്യാൻ മേ രഹി. ഈ സാക്ഷി സ്ഥിതിയിൽ ഇരിക്കുന്നതിനായിക്കോട്ടെ ഉപരാമ സ്ഥിതിയിൽ ഇരിക്കുന്നതിനായിക്കോട്ടെ ഇതിന് 2 കാര്യങ്ങൾ, കുട്ടികൾ ശ്രദ്ധ വയ്ക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. ഏക് തുമേം ആത്മാ മഹാൻ ഹോ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞാൻ ആത്മാ മഹാൻ ആത്മാവാണ്. ദൂസര രണ്ടാമത്തെ കാര്യം, മേൻ ആത്മാ अब इस पुरानी सृष्टि में व इस पुरानी शरीर में मेहमान हूँ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഞാൻ ആത്മാ ഈ പഴയ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ പഴയ ശരീരത്തിൽ ഒരു ഗസ്റ്റാണ്, അതിഥിയാണ്. तो महान और मेहमान इन दोनों स्मृति में रहने से स्वतः और सहज ही जो भी कमजोरियां व लगाव के कारण उपराम स्थिति न रह आकर्षण में आ जाते हैं, वह आकर्षण समाप्त हो उपराम हो जाएंगे. ബാബ പറയുകയാണ്, അപ്പൊ 2 കാര്യങ്ങൾ, ഒന്ന് മഹാൻ, ഞാൻ മഹാൻ ആത്മാവാണ്. മറ്റൊന്ന് ഞാൻ മേഹ്മാനാണ്. മേഹ്മാൻ വെച്ചാൽ അതിഥി. ഇപ്പൊ 2 കാര്യങ്ങൾ, മഹാൻ, മേഹ്മാൻ. ഞാൻ മഹാനാണ്, ഞാൻ അതിഥിയാണ്. ഈ 2 കാര്യങ്ങൾ സ്മൃതിയിലിരിക്കുന്നതിലൂടെ സ്വതവേ സഹജമായി തന്നെ ഏതെല്ലാം ദുർബലതകളും മമത്വങ്ങളും കാരണം കുട്ടികൾക്ക് ഉപരാമസ്ഥിതി ഉണ്ടാകുന്നില്ലയോ, അതായത് കുട്ടികൾക്ക് ഉപരാമമാകാൻ കഴിയാതെ, എല്ലാറ്റിനും ഉപരിയാകാൻ സാധിക്കാതെ എന്തെല്ലാം കാര്യങ്ങളുടെ ആകർഷണത്തിലേക്ക് വരുന്നുവോ ആ ആകർഷണങ്ങളെല്ലാം സമാപ്തമായി കുട്ടികൾക്ക് ഉപരാമസ്ഥിതിയിൽ സാക്ഷി സ്ഥിതിയിൽ പോകുവാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്, ഞാൻ മഹാൻ ആത്മാവാണ്, അതേപോലെ തന്നെ ഞാൻ ഈ പഴയ ലോകത്തിൽ ഈ പഴയ ശരീരത്തിൽ ഒരു അതിഥി മാത്രമാണ്. അപ്പൊ പറയാണ്, മഹാൻ സമജ്നെ സേ ജോ സാധാരണ കർമ്മ व साधारण संकल्प व संस्कारों के अंदर चलते हैं, वह सभी अपने को महान आत्मा समझने से परिवर्तन हो जाते हैं. ബാബ പറയുകയാണ്, മഹാൻ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ, ഞാൻ മഹാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികളിൽ നിന്നും ഏതെല്ലാം സാധാരണ കർമ്മങ്ങളാണോ ഉണ്ടാകുന്നത്, സാധാരണ സങ്കല്പങ്ങളാണോ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ഏതെല്ലാം സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് കുട്ടികൾ പോകുന്നുണ്ടോ അതെല്ലാം ഈ ഞാൻ മഹാനാത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പരിവർത്തനപ്പെട്ടു പോകുന്നു.
स्मृति महान की होने के कारण संस्कार व संकल्प व बोल व कर्म सभी ചേഞ്ച് हो जाते हैं. അപ്പൊ കുട്ടികളുടെ സ്മൃതി മഹാൻ എന്ന സ്മൃതി ആയതുകൊണ്ട് സംസ്കാരം ആയിക്കോട്ടെ, സങ്കല്പമായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, കർമ്മമായിക്കോട്ടെ എല്ലാം പരിവർത്തനപ്പെടുന്നു. इसलिए सदैव महान और मेहमान समझकर चलने से वर्तमान में और भविष्य में और फिर भक्ति मार्ग में भी महिमा योग्य बन जाएंगे. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഞാൻ മഹാനാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ, അതേപോലെ ഞാനൊരു അതിഥിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതിലൂടെ ഈ വർത്തമാന സമയത്തായിക്കോട്ടെ, ഭാവിയിലായിക്കോട്ടെ, സത്യത്രേതായുഗങ്ങളിലായിക്കോട്ടെ, പിന്നീട് ഭക്തി മാർഗത്തിലും ഈ ഇപ്പോൾ മഹാനാത്മാവാണെന്ന്, അതേപോലെ അതിഥിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന കുട്ടികൾ 5000 വർഷത്തിലും महिमायोग्यराई मारुന്നു. अगर मेहमान व महान नहीं समझते तो महिमा योग्य भी नहीं बन सकते. अथवा അതിഥിയാണെന്നും മഹാനാണെന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ മഹിമായോഗ്യരായി മാറുവാനും സാധിക്കില്ല. മഹിമ സിർഫ് ഭക്തി മേ നഹി ഹോത്തി. ഈ മഹിമ ഉണ്ടാക്കുന്നത് ഭക്തിയിൽ മാത്രമല്ല. लेकिन सारा कल्प किस न किस रूप में महिमायोग्य बनते हो. അപ്പോൾ സംഗമയുഗത്തിൽ ആരാണോ മഹാനാണെന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് ഭക്തിയിൽ മാത്രമല്ല മഹിമ പാടുന്നത്, അവരുടെ മഹിമ പാടുന്നത്, മറിച്ച് മുഴുവൻ കൽപ്പത്തിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവർ മഹിമയ്ക്ക് യോഗ്യരായി മാറുന്നു. സത്യുഗമേ जो महान अर्थात विश्व के महाराजन व महारानी बनते हैं तो प्रजा द्वारा महिमा के योग्य बनते हैं. സത്യുഗത്തിൽ ആരാണോ മഹാനാകുന്നത്, അതായത് വിശ്വത്തിന്റെ മഹാരാജനും മഹാറാണിയുമായിട്ട് മാറുന്നത്, അവർക്ക് അവരുടെ പ്രജകളിൽ കൂടി തീർച്ചയായിട്ടും മഹിമ ഉണ്ടാകുന്നു. പ്രജകൾ അവരുടെ മഹിമ പാടുന്നു. ഭക്തി മാർഗമേ ദേവി വ ദേവതാക്കെ രൂപമേ മഹിമായോഗ്യ ബന്ധേഹി. ഇപ്പൊ സത്യയുഗത്തിലായിക്കോട്ടെ, ത്രേതായുഗത്തിലായിക്കോട്ടെ, പ്രജകൾ അവരുടെ മഹിമ പാടുന്നു. പ്രജകൾ അവരുടെ ചക്രവർത്തിയുടെയും ചക്രവർത്തിനിയുടെയും മഹിമ പാടുന്നു. മാത്രമല്ല ഭക്തി മാർഗത്തിൽ വരുന്ന സമയത്ത് ദേവീ ദേവതകളുടെ രൂപത്തിലിരിക്കുമ്പോൾ ഭക്തർ അവരുടെ മഹിമ പാടുന്നു. और संगम युग में जो महान कर्तव्य करके दिखलाते हैं तो ब्राह्मण परिवार द्वारा भी और अन्य आत्माओं द्वारा भी महिमा के योग्य बनते हैं. ഇനി ഈ സംഗമയുഗത്തിലായിക്കോട്ടെ, സംഗമയുഗത്തിലും മഹിമായോഗ്യരായിട്ട് മാറും. അതായത് സംഗമയുഗത്തിൽ ഏത് കുട്ടികളാണോ മഹാൻ കർത്തവ്യം ചെയ്ത് കാണിക്കുന്നത്, മഹത്തായ കർത്തവ്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത്, ആ കുട്ടികൾക്ക് ബ്രാഹ്മണ പരിവാരത്തിൽ നിന്നും കൂടാതെ മറ്റ് ആത്മാക്കളിൽ നിന്നും അവർക്ക് മഹിമ കേൾക്കുവാൻ സാധിക്കുന്നു. तो सिर्फ इस समय मेहमान और महान आत्मा समझने से सारे कल्प के लिए अपने को महिमा योग्य बना सकते हो. ബാബ പറയുകയാണ്, കേവലം ഈ ഒരു സമയം സംഗമയുഗത്തിൽ ഞാൻ ഒരു മഹാനാത്മാവാണെന്നും ഞാനൊരു അതിഥിയാണെന്നും മനസ്സിലാക്കിയാൽ മുഴുവൻ കൽപ്പത്തിലും സ്വയത്തെ മഹിമായോഗ്യരാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ഹർ കർമ്മ അവർ സങ്കൽപ്പോ ചെക്ക് കരോ കി മഹാൻ ഹേ. അതുകൊണ്ട് കുട്ടികൾ തന്റെ ഓരോ കർമ്മത്തെയും സങ്കല്പത്തെയും ചെക്ക് ചെയ്യൂ. അത് മഹാൻ കർത്തവ്യമാണോ, കർമ്മമാണോ, മഹാൻ സങ്കല്പമാണോ, अथवा मेहमान बन करके चल रहे हैं व कार्य कर रहे हैं. ഞാൻ ഒരു അതിഥിയായി മാറിയാണോ ഓരോ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ചെക്ക് ചെയ്യണം. तो फिर अटैचमेंट खत्म हो जाएगी. അങ്ങനെ ചെയ്താൽ കുട്ടികളുടെ അറ്റാച്ച്മെന്റ്, മമത്വം ഇല്ലാതെയാകും. मेहमान सिर्फ इस सृष्टि में भी नहीं लेकिन इस शरीर रूपी मकान में भी
मेहमान हो. അപ്പൊ നമ്മൾ അതിഥി എന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ മാത്രമല്ല ഒരു വിരുന്നുകാരൻ, മറിച്ച് ഈ ശരീരമാകുന്ന വീട്ടിലും നമ്മൾ ഒരു വിരുന്നുകാരനാണ്. देह के भान की जो आकर्षण होती है वह स्मृति के रूप में जो संस्कार रुके हुए हैं वह बहुत ही सहज मिट सकते हैं जब अपने को मेहमान समझेंगे. ബാബ പറയാണ്, ദേഹത്തിന്റെ ബോധം കാരണം ഏതെല്ലാം ആകർഷണമാണോ കുട്ടികൾക്കുണ്ടാകുന്നത്, അതല്ലെങ്കിൽ സ്മൃതിയുടെ രൂപത്തിൽ ഏതെല്ലാം ദേഹാഭിമാനത്തിന്റെ സംസ്കാരങ്ങളാണോ ബാക്കി അവശേഷിച്ചിട്ടുള്ളത്, അവയെല്ലാം വളരെ സഹജമായിട്ട് നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. എപ്പോഴാണ്? സ്വയത്തെ ഒരു വിരുന്നുകാരനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ. कोई आपका मकान है, आप उसको कारणे अकारणे बेच देते हो. बेच दिया तो फिर अपनापन चला गया. ബാബ പറയാണ് ഒരു എക്സാമ്പിൾ. ഒരു വ്യക്തിക്ക് ഒരു വീടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി ആ വീട് വിൽക്കുകയാണ്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമെന്നുള്ള ആ ഭാവം മാറി. फिर भले उसी स्थान पर रहते भी हो. അപ്പൊ വിറ്റു എങ്കിൽ പോലും ആ വീട്ടിൽ തന്നെ അയാൾ താമസിക്കുകയാണ്. അപ്പൊ ഉടമസ്ഥത അദ്ദേഹത്തിനില്ല. അദ്ദേഹം അവിടെ ഒരു വാടകക്കാരനാണ്, ഉടമസ്ഥൻ വേറെയാണ്. ലേക്കിൻ മേഹ്മാൻ സമജ്കർ രഹേംഗെ. അപ്പോ ആ വീട്ടിൽ അയാൾ ഉടമസ്ഥനായിട്ടല്ല, വിറ്റതിന് ശേഷം പിന്നീട് ഉടമസ്ഥനായിട്ടല്ല താമസിക്കുന്നത്, ഒരു വിരുന്നുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു വാടകക്കാരനായിട്ടാണ് താമസിക്കുന്നത്. तो अपना समझ रखने में और मेहमान समझ रखने में कितना फर्क हो जाता है. അപ്പൊ ബാബ പറയുകയാണ്, ആദ്യം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഞാൻ ഇതിന്റെ ഉടമസ്ഥനാണ് എന്ന് കരുതിയിട്ടാണ്. പിന്നീട് വാടകക്കാരനായിട്ട് അല്ലെങ്കിൽ വിരുന്നുകാരനായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നു. ഈ രണ്ട് അവസ്ഥയും മാനസിക ഭാവങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്. तो एक शरीर जिसको समझते थे कि मैं शरीर हूँ, अभी इसको ऐसा समझो कि यह मेरा नहीं है. ഓ ബാബ പറയുന്നു, അതേപോലെ തന്നെ ഇപ്പോ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഞാൻ ശരീരമാണ് എന്നാണ്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ ശരീരം എന്റേതല്ല. അഭി മേരാ കഹേങ്കെ. ബാബ ചോദിക്കുന്നു, ഇപ്പോഴും ഈ ശരീരത്തെ നിങ്ങൾ എന്റെ ശരീരം എന്ന് ചിന്തിക്കുന്നുണ്ടോ? അഭി യഹ് ശരീർ ആപ്കാ നഹീ രഹാ. ഇപ്പോൾ ഈ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല. ജിസ്സേ മർജീവ ബനെ. ഇതിൽ നിന്നും നിങ്ങൾ മർജീവ ആയി, ഇതിൽ നിന്നും മരിച്ചിട്ട് ജീവിക്കുകയാണിപ്പോൾ. തോ മേരാ ശരീർ ഭീ നഹി. എന്ന് ബാബ പറയുന്നു, ഇത് കുട്ടികളുടെ സ്വന്തം ശരീരമല്ല. തൻ അർപ്പൺ കർ ദിയ വാ മേരാ സമജ്തി ഹോ. ബാബ ചോദിക്കുന്നു, ഈ ശരീരം നിങ്ങൾ ബാബയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞോ, അതോ ഇപ്പോഴും ശരീരം എന്റേതാണെന്നാണോ ചിന്തിക്കുന്നത്? അഭി ഇസ് പുരാനെ ശരീർ കി ആയു തോ സമാപ്ത് ഹോ ചുക്കി. ഇപ്പോൾ നിങ്ങളുടെ ഈ പഴയ ശരീരത്തിന്റെ ആയുസ് തന്നെ തീർന്നു. യഹ് തോ ഗ്രമ അനുസാർ ഈശ്വരീയ കർത്തവ്യ അർത്ഥ ശരീർ ചൽ രഹാ ഹെ. ബാബ പറയുകയാണ്, നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ആയുസ്സൊക്കെ തീർന്നു കഴിഞ്ഞു, പിന്നെ ഇപ്പോഴും ഈ ശരീരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്രാമ അനുസരിച്ച് ഈ ശരീരത്തിലൂടെ കുട്ടികൾക്ക് ചില ഈശ്വരീയ കർത്തവ്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആയുസ്സുണ്ടായിട്ടല്ല, ഈ ശരീരത്തിന് ആയുസ്സുണ്ടായിട്ടല്ല. ഈ ശരീരത്തിന്റെ ആയുസ്സൊക്കെ തീർന്നതാണ്. इसलिए आप अभी यह नहीं कर सकती कि यह मेरा शरीर है. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല, അതായത് ഇത് എന്റെ ശരീരമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ഇസ് ശരീർ മേ ഭി മേരാപ്പൻ ഖതം ഹോ ഗയ. ഈ ശരീരത്തിന്റെ കാര്യത്തിൽ എന്റേത് എന്നുള്ളത് അവസാനിച്ചു കഴിഞ്ഞു. അഭി തോ बाबा ने आत्मा को कर्म करने के लिए यह टेम्पररी ലോൺ के रूप में दिया है. ബാബ പറയുന്നു, ആത്മാവിന് തന്റെ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി, ഈശ്വരീയ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി
താൽക്കാലികമായിട്ട് ഒരു ലോണിന്റെ രൂപത്തിൽ ഈ ശരീരം ബാബ നമുക്ക് തന്നിരിക്കുക മാത്രമാണ്. അല്ലാതെ ഈ ശരീരം നമ്മുടെ സ്വന്തമല്ല. ജैसे बाप समझते हैं मेरा शरीर नहीं लोन लेकर कर्तव्य करने के लिए पाठ बचाते हैं. അപ്പൊ ശിവബാബ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഈ ശരീരം ബാബയുടെ സ്വന്തമല്ല എന്നുള്ളത്. അപ്പോ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി ലോൺ എടുത്തിരിക്കുകയാണെന്ന് ബാബ മനസ്സിലാക്കുന്നുണ്ട്. പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ബാബ മനസ്സിലാക്കുന്നുണ്ട്. തോ ആപ് ഭി ബാപ് സമാൻ ഹോന, നിങ്ങളും ബാബയെ പോലെയല്ലേ. മേരാ ശരീർ സമझेंगे तो സഭി ബാത്തേം ആ ജായേഗി. എന്റെ ശരീരം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ ധാരാളം പ്രശ്നങ്ങൾ വന്നണയും. മേരാ ശബ്ദക്കെ സാത്ത് ബഹുത്ത് കുച്ച് ഹി. എന്റെ എന്നുള്ള വാക്കിനോടൊപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. മേരാ പൻഹി ഖതം ഹോ ഉസ്കെ ഉൻകെ കൈ സാഥി ഭി ഖതം ഹോ ജായെങ്കി. അപ്പോൾ എന്റേത് എന്നുള്ള ഭാവം ഇല്ലാതെയാകുകയാണെങ്കിൽ ആ എന്റേതിന്റെ കൂടെ ധാരാളം കൂട്ടുകാരുണ്ട്, അതെല്ലാം സമാപ്തമാകും. ഉപരാം ഹോ ജായെങ്കി. അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ആകർഷണങ്ങൾക്കും ഉപരിയായി മാറും. യഹ് ശരീർ ലോൺ ലിയാ ഹെ ഈശ്വരീയ കർത്തവ്യ കെ ലിയെ. ബാബ പറയാണ്, ഈ ശരീരം ഈശ്വരീയ കർത്തവ്യത്തിന് വേണ്ടി നിങ്ങൾ ലോൺ എടുത്ത ശരീരം മാത്രമാണ്. और कोई कर्तव्य के लिए यह शरीर नहीं है. ബാബ പറയുന്നു, ഈ ശരീരം നിങ്ങൾക്ക് മറ്റൊരു കാര്യവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല, ഈശ്വരീയ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ऐसे अपने को मेहमान समझकर चलने से हर कर्म महान स्वदही होगा. ഇങ്ങനെ ഈ ശരീരത്തിൽ സ്വയം ഒരു വിരുന്നുകാരനാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഓരോ കർമ്മവും മഹാനായിട്ട് സ്വാഭാവികമായി തന്നെ മാറും. ജബ് ശരീർ ഹി അപ്നാ നഹി തോ ശരീർ കെ സംബന്ധ മേ ജോ ഭി വ്യക്തിയാം വ വൈഭവ് ഹെ വഹ് ഭി അപ്നേ നഹി രഹേ. അവ പറയാണ്, ഈ ശരീരം തന്നെ നമ്മുടെ സ്വന്തമല്ല എങ്കിൽ പിന്നെ ശരീരത്തിന്റെ സംബന്ധത്തിൽ ഏതെല്ലാം വ്യക്തികളും വൈഭവങ്ങളും ഉണ്ടോ അതൊന്നും പിന്നെ നമ്മുടെ സ്വന്തമല്ല. തോ സദാ ഇസാ സമഷ്കർ ചലോ. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. ഐസേ സമഷ്കർ ചലനെ വാലെ സദൈവ് നശേ മേ രഹത്തെ ഹി. ഇങ്ങനെ ഞാനൊരു അതിഥിയാണ് ഈ ശരീരത്തിൽ, ഈശ്വരീയ കർത്തവ്യത്തിന് വേണ്ടി ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി പോകുന്നതിലൂടെ ബാബ പറയുന്നു, സദാ കുട്ടികൾക്ക് ലഹരിയോടെ ജീവിക്കുവാൻ സാധിക്കും. ഉൻകോ സ്വദേശി അപ്നാ ഘർ സ്മൃതി മേ രഹതാ ഹെ. അവർക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായി തന്നെ സ്വന്തം വീടിന്റെ സ്മൃതി ഉണ്ടാകും, ശാന്തിധാമിന്റെ സ്മൃതി ഉണ്ടാകും. ന സിർഫ് ഘർ लेकिन 6 बातें जो बाबा के प्रति सुनाते हो वह सभी स्वतः स्मृति में रहती है. ബാബ പറയുന്നു, വെറും വീടിന്റെ കാര്യം മാത്രമല്ല, അപ്പൊ ബാബയുടെ പരിചയം കൊടുക്കുന്നതിന് വേണ്ടി 6 കാര്യങ്ങൾ പറയാറുണ്ട്. അവയെല്ലാം സ്വതവേ തന്നെ കുട്ടികളുടെ സ്മൃതിയിലേക്ക് വന്നു ചേരും. तो जैसे बाबा का परिचय देने के लिए सार रूप में सुनाते हो उसमें सारा ज्ञान आ जाता है. वह सार 6 बातों में सुनाते हो. तो ബാബയുടെ പരിചയം കൊടുക്കുന്നതിന് വേണ്ടി സാര രൂപത്തിൽ 6 കാര്യങ്ങൾ പറയാറുണ്ട്. ആ 6 കാര്യങ്ങളിൽ ജ്ഞാനം മുഴുവനും വരുന്നുണ്ട്. तो अपने को अगर मेहमान समझकर चलेंगे तो अपनी भी 6 बातें सदा स्मृति में रहेंगी. അപ്പൊ അതുകൊണ്ട് സ്വയത്തെ ഒരു വിരുന്നുകാരനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ സ്വന്തം ഈ 6 കാര്യങ്ങളും സദാ സ്മൃതിയിൽ ഉണ്ടാകും.
ബാബ 6 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, പേര്. കുട്ടികളുടെ പേരെന്ന് പറയുമ്പോ സർവോത്തമ ബ്രാഹ്മണൻ. കുട്ടികളുടെ പേരതാണ് സർവോത്തമ ബ്രാഹ്മണൻ. 2, രൂപം. കുട്ടികളുടെ രൂപം എന്താണ്? സാളിഗ്രാമമാണ് കുട്ടികളുടെ രൂപം. അതേപോലെ തന്നെ 3-ാമത്തെ കാര്യം സമയത്തിന്റെ സ്മൃതി. 4, ഘർക്കി സ്മൃതി, വീടിന്റെ സ്മൃതി. പിന്നെ അടുത്തത് 5, കർത്തവ്യക്കി സ്മൃതി, കർത്തവ്യത്തിന്റെ സ്മൃതി. അതേപോലെ വർഷയ്ക്ക് സ്മൃതി, സമ്പത്തിന്റെ സ്മൃതി. ഇങ്ങനെ 6 കാര്യങ്ങൾ: പേര്, രൂപം, സമയം, വീട്, കർത്തവ്യം, സമ്പത്ത്. ഈ 6 കാര്യങ്ങളിൽ ജ്ഞാനം മുഴുവനും വരികയാണ്. അപ്പോ ബാബയുടെ പരിചയം കൊടുക്കാൻ വേണ്ടി ഈ 6 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ പരിചയം കൊടുക്കാനും ഈ 6 കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ സാധിക്കും. അപ്പൊ ആരാണോ വിരുന്നുകാരനാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത്, ആ കുട്ടികൾക്ക് ഈ 6 കാര്യങ്ങളുടെയും സാരമായിട്ടുള്ള ഈ 6 കാര്യങ്ങളുടെയും സ്മൃതി സ്വതവേ തന്നെ ഉണ്ടായിരിക്കും. सारा ज्ञान जो विस्तार में इतना समय सुना है वह सार रूप में आ जाता है. അപ്പോ ഇത്രയും നാൾ കൊണ്ട് ഞാൻ വളരെ വിസ്താരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇതിന്റെ എല്ലാം സാരം ഈ 6 കാര്യങ്ങളാണ്. जो भी बोल बोलेंगे व कर्म करेंगे उसमें सार भरा होगा, असार नहीं होगा. അപ്പോൾ ഈ ജ്ഞാനത്തിന്റെ സാരത്തിലേക്ക് വരുന്ന കുട്ടികൾ ഏതൊരു വാക്കു പറഞ്ഞാലും ഏതൊരു കർമ്മം ചെയ്താലും അതിലെല്ലാം സാരം നിറഞ്ഞിട്ടുണ്ടാകും, സത്ത് നിറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും അസത്തായിട്ട് മാറില്ല, സാരമില്ലാത്തതായിട്ട് മാറുകയില്ല. സാർ അർത്ഥാത് വ്യർത്ഥ. സാരമില്ലാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യർത്ഥമെന്നാണ്. തോ ആപ്കെ ഹർ ബോൽ और कर्म में सारे ज्ञान का सार होना चाहिए. അതുകൊണ്ട് കുട്ടികളുടെ ഓരോ വാക്കിലും കർമ്മത്തിലും മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം ഉണ്ടായിരിക്കണം. വഹ് തബ് ഹോഗാ ജബ് സാരേ ജ്ഞാൻ കാ സാർ ബുദ്ധി മേ ഹോഗാ. അതെപ്പോഴാ ഉണ്ടാവുക? അത് എപ്പോഴാണോ മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം കുട്ടികളുടെ ബുദ്ധിയിൽ വരുന്നത്, അപ്പോഴാണ് കുട്ടികളുടെ ഓരോ വാക്കിലും കർമ്മത്തിലും ജ്ഞാനത്തിന്റെ സാരം ഉണ്ടാകുന്നത്. സദാ നശേമേ രഹ്നെ സേ ഹി നിശാന ലഗാ സകേംഗെ. അപ്പൊ സദാ ലഹരിയോടെ ജീവിക്കുന്ന കുട്ടികളാരാണോ, അതിൽ കൂടി മാത്രമേ, ലഹരിയിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യം തെറ്റാതെ പോകുവാൻ സാധിക്കുകയുള്ളൂ, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അഗർ നശാ നഹി തോ നിശാന ഹി നഹി ലഗ്താ ഹി. ലഹരി ഇല്ല നമുക്ക് ഉന്നം പിഴച്ചു പോകും, ലക്ഷ്യം പിഴച്ചു പോകും. സാരേ ജ്ഞാൻ കാ സാർ 6 ശബ്ദോं में बुद्धि में आने से सारा ज्ञान रिवाइज हो जाता है. അപ്പോൾ മുഴുവൻ ജ്ഞാനത്തിന്റെ സാരമായ ഈ 6 കാര്യങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് വരുന്നതിലൂടെ മുഴുവൻ ജ്ഞാനത്തിന്റെയും ഒരു റിവിഷൻ ഉണ്ടാകുക തന്നെ ചെയ്യും. तो नशा कम होने के कारण निशाना ऊपर नीचे हो जाता है. പക്ഷെ കുട്ടികൾക്ക് ലഹരി കുറയുമ്പോൾ കുട്ടികളുടെ ലക്ഷ്യത്തിന്റെ കാര്യത്തിലും ഉന്നത്തിന്റെ കാര്യത്തിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അഭി അഭി ഫുൾ ഫോഴ്സ് മേ നശാ രഹതാ, അഭി അഭി മധ്യം ഹോ ജാത്താ. അപ്പൊ ചിലപ്പോ നോക്കുന്ന സമയത്ത് ലഹരി ഫുൾ ഫോഴ്സിൽ ലഹരി ആയിരിക്കും, പക്ഷെ ചിലപ്പോ നോക്കുന്ന സമയത്ത് ആ ലഹരി കുറഞ്ഞൊരു മീഡിയം സ്റ്റേജിലേക്ക് വരും. നീച്ചേക്ക് സ്റ്റേജ് തോ ഖതം ഹോ ഗയിന. അവരുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥ അതൊന്നും ഇപ്പൊ വരില്ലല്ലോ, അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞില്ലേ താഴ്ന്ന അവസ്ഥ. നീച്ചേക്ക് സ്റ്റേജ് ക്യാ ഹോത്തി ഹേ ഉസ്കി അവിദ്യ ഹോനി ചാഹി. ബാബ പറഞ്ഞു ഏറ്റവും താഴ്ന്ന അവസ്ഥ എന്താണെന്ന് പോലും കുട്ടികൾക്ക് അറിയരുത്, ഇപ്പോ അവിദ്യാകണം. കാരണം ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് വരേണ്ട ഒരു കാര്യമൊന്നും ഇപ്പൊ കുട്ടികൾക്കില്ല. കുട്ടികളുടെ പുരുഷാർത്ഥം കുറെ കൂടെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒന്നുകിൽ ഫുൾ ഫോഴ്സിൽ പോവുക, അല്ലെങ്കിൽ കുറച്ച് മീഡിയം സ്റ്റേജിലേക്ക് വരിക, അതിന് താഴേക്ക് പോകാൻ പാടില്ല.
ബാക്കി ശ്രേഷ്ഠ और മധ്യം की സ്റ്റേജ്, ഒന്നിൽ ശ്രേഷ്ഠമായ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മീഡിയം സ്റ്റേജ്, मध्य की स्टेज में आने के कारण റിസൾട്ട് व निशाना भी मध्यम ही रहेगा. പലപ്പോഴും കുട്ടികൾക്ക് ഈ മധ്യമായ ഒരവസ്ഥയാണ്, ഏറ്റവും ശ്രേഷ്ഠമല്ല, അതിനേക്കാളും കുറച്ച് താഴ്ന്ന ഒരവസ്ഥയായത് കാരണം കുട്ടികളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ റിസൾട്ടും ആ ഒരു മീഡിയം സ്റ്റേജിലേ നിൽക്കുന്നുള്ളൂ, റിസൾട്ട് ശ്രേഷ്ഠമാകുന്നില്ല. വർത്തമാൻ സമയ अपनी स्मृति की स्टेज में सर्विस की स्टेज दोनों में अगर देखो तो रिजल्ट मध्यम दिखाई देती. ബാബ പറയുകയാണ്, ഈ വർത്തമാന സമയത്ത് കുട്ടികളുടെ സ്മൃതിയുടെ സ്റ്റേജ് നോക്കൂ, സർവീസിന്റെ സ്റ്റേജ് നോക്കൂ. രണ്ട് കാര്യം പറയുകയാണ്, കുട്ടികളുടെ സ്മൃതിയുടെ സ്റ്റേജ് നോക്കുക, സർവീസിന്റെ സ്റ്റേജ് നോക്കുക. ഈ രണ്ട് സ്റ്റേജും നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് ഒരു മധ്യം, അതായത് ഒരു മീഡിയം സ്റ്റേജിലുള്ള റിസൾട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായ സ്മൃതി അല്ലാത്തത് കൊണ്ട് സേവയും ഏറ്റവും ശ്രേഷ്ഠം ആകുന്നില്ല. മെജോറിറ്റി ജിത്തന ഹോനാ ചാഹിയെ ഉത്തന നഹി ഹെ. ബഹുഭൂരിപക്ഷം കുട്ടികളും പറയുന്നതാണ്, എത്രത്തോളം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുവോ അത്രത്തോളം സഫലത കിട്ടുന്നില്ല, പുരുഷാർത്ഥത്തിലും കിട്ടുന്നില്ല, സേവയിലും കിട്ടുന്നില്ല. മധ്യം റിസൾട്ട് കാ മുഖ്യ കാരൺ യഹ് ഹെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മീഡിയം റിസൾട്ടാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതിന്റെ കാരണം ഇതാണ്, कि मध्यम काल के संस्कारों को अभी तक पूरी रीതി ഭസം नहीं किया है. കാരണം ബാബ പറയാണ്, ഇപ്പോഴും കുട്ടികൾക്ക് സ്വന്തം പുരുഷാർത്ഥത്തിന്റെ കാര്യത്തിലും സേവയുടെ കാര്യത്തിലും പൂർണ്ണമായ സഫലത കിട്ടുന്നില്ല. പകരം ഒരു മീഡിയം സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം പറയുകയാണ്, മധ്യകാലത്തെ സംസ്കാരങ്ങൾ, മധ്യകാലത്തെ സംസ്കാരം എന്ന് വെച്ചാൽ ദ്വാപരയുഗം മുതലുള്ള ദേഹാഭിമാനത്തിന്റെ സംസ്കാരങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ടും ഭസ്മമാക്കിയിട്ടില്ല. മധ്യകാലഘട്ടത്തിലെ സംസ്കാരങ്ങളെ പൂർണ്ണമായിട്ടും ഭസ്മമാക്കാത്തത് കൊണ്ട് കുട്ടികളുടെ സ്മൃതിയും കുട്ടികളുടെ സേവനവും ആ മധ്യമ സ്റ്റേജിലാണ് പോകുന്നത്. तो यह मध्यकाल के संस्कार अर्थात द्वापर काल से लेकर जो देहाभिमान व कमजोरी के संस्कार भरते गए हैं, उनके वश होने के कारण मध्यम रिजल्ट दिखाई देती है. അപ്പൊ ഇതുകൊണ്ട് ഈ മധ്യകാലത്തെ സംസ്കാരം എന്ന് വെച്ചാൽ ദ്വാപരകാലം മുതലുള്ള ഈ ദേഹാഭിമാനത്തിന്റെ അല്ലെങ്കിൽ ദുർബലതകളുടെ സംസ്കാരം നിറച്ചു വന്നതുകൊണ്ട് അതിന് വശപ്പെട്ടു പോകുന്നത് കാരണം കുട്ടികളുടെ പുരുഷാർത്ഥത്തിലും സേവയിലും മധ്യമ റിസൾട്ടാണ് കാണപ്പെടുന്നത്. കംപ്ലെയിൻ भी यही करते हैं कि चाहते नहीं है, लेकिन संस्कार बहुत काल के होने के कारण फिर हो जाता है. കുട്ടികൾ പരാതി പറയുന്നതും ഇത് തന്നെയാണ്, ആഗ്രഹിക്കുന്നില്ല ഈ ദുർബലതകൾക്ക് വശപ്പെടാൻ, ദേഹാഭിമാനത്തിന്റെ സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഈ സംസ്കാരം, ദേഹാഭിമാനത്തിന്റെ ദുർബലതകളുടെ സംസ്കാരം വളരെ കാലം കൊണ്ട് കൊണ്ടുവന്നതായതുകൊണ്ട് വീണ്ടും അതിന് അടിമപ്പെട്ടു പോകുന്നു. तो इन मध्यम काल के संस्कारों को पूरी रीതി ഭസം नहीं किया है. കുട്ടികൾ ഈ മധ്യകാലത്തെ ദുർബലതകളുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും ഭസ്മമാക്കിയിട്ടില്ല. ഡോക്ടർ ലോഗ് भी बीमारी के जर्म्स को पूरी रीതി खत्म करने की कोशिश करते हैं. അപ്പൊ ഡോക്ടേഴ്സും എന്താ ചെയ്യുന്നത്, രോഗത്തിന്റെ കീടാണുക്കൾ ഉണ്ടല്ലോ, ആ കീടാണുക്കളെ പൂർണ്ണമായ രീതിയിൽ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. अगर एक अंश भी रह जाता है तो अंश से वंश पैदा हो जाता है. അല്പമെങ്കിലും ഈ കീടാണുക്കളുടെ അംശമെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ ആ അംശത്തിൽ നിന്നും വംശമുണ്ടാകും. तो इसी प्रकार मध्यकाल के संस्कार अंश रूप में भी होने कारण आज अंश है कल वंश हो जाता है.
ഈ മധ്യകാലത്തെ സംസ്കാരങ്ങളുടെ, ദേഹാഭിമാനത്തിന്റെ സംസ്കാരങ്ങളുടെ അംശമെങ്കിലും ഉള്ളത് കാരണം ഇന്ന് അംശമേ ഉള്ളൂ, പക്ഷെ നാളെ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അത് വംശമായി മാറും. इसी के वशीभूत होने के कारण जो श्रेष्ठ रिजल्ट नहीं निकलनी चाहिए वह नहीं निकलती. അപ്പോൾ ഈ ദുർബല സംസ്കാരങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നത് കാരണം ഏതൊരു ശ്രേഷ്ഠമായ റിസൾട്ട് ആണോ കുട്ടികളിൽ നിന്നും ഉണ്ടാകേണ്ടത് ആ റിസൾട്ട് കുട്ടികളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ മധ്യ കാലഘട്ടത്തില് ദേഹാഭിമാനത്തിന്റെ ദുർബല സംസ്കാരങ്ങളെ അംശസഹിതം ഭസ്മമാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി. അതാണ് ബാബ, മഹാൻ, അതേപോലെ മേഘ്മാൻ, വിരുന്നുകാരൻ, ഇതിന്റെ പ്രത്യേകത ബാബ അതാണ് പറയുന്നത്. ഓം ശാന്തി.